ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന കൺസെപ്റ്റാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആ കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ എന്താണ് ആ കൺസെപ്റ്റ് ഗ്രാഫ് യൂസ് ചെയ്ത് എങ്ങനെ മനസ്സിലാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്കൊരു ലീനിയർ പോളിനോമിയൽ എടുക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽസിനെയാണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ y is equal to 2x plus 3. ഇതിൽ എക്സിന്റെ ഡിഗ്രി എത്രയാണ്, പവർ എത്രയാണ്, 1 ആണ്. അപ്പൊ ഈ ഇക്വേഷന്റെ ഡിഗ്രി എത്രയാണ്, 1 ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ടിട്ട് ഇതൊരു ലീനിയർ പോളിനോമിയൽ ആണ്. ഇനി നമ്മൾ ഇതിന്റെ ഗ്രാഫ് ആണ് വരക്കാൻ പോകുന്നത്. അപ്പൊ ഗ്രാഫ് വരക്കുമ്പോൾ നമ്മൾ ആദ്യം എക്സിന് ഒരു വാല്യൂ കൊടുക്കും. അപ്പൊ നമ്മൾ എക്സിന് -2 കൊടുക്കണേണ്. അതായത് ഇതിൽ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേണ്. അപ്പൊ വൈന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം. എക്സിന് -2 കൊടുക്കുമ്പോൾ വൈന്റെ വാല്യൂ നമുക്ക് നോക്കാം. അപ്പൊ y is equal to 2 into എക്സിന് പകരം -2 കൊടുക്കുക, -2 plus 3. അതായത് 2 2s are 4, -4 plus 3. -4 രണ്ടിന്റെ സൈൻ വേറെയാണ്. സൈൻ വേറെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. അപ്പൊ വലുതിന്ന് ചെറുത് മൈനസ് ചെയ്യുക ആദ്യം. അപ്പൊ 4 - 3 വേറെ വേറെ സൈൻ വന്നാണെങ്കിൽ മാത്രം 1, എന്നിട്ട് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ -1. അപ്പൊ വൈന്റെ വാല്യൂ എത്ര കിട്ടി, -2 കൊടുത്താൽ y എത്രയാണ്, -1 ആണ്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എക്സിന് 2 കൊടുക്കാൻ പോണേ. അപ്പൊ എക്സിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം ഇക്വേഷനിൽ y is equal to എന്തെന്ന് വരും നോക്കാം. അപ്പൊ 2 into എക്സിന് 2 കൊടുക്കുമ്പോൾ 2 plus 3, അതായത് 4 plus 3 ഈക്വൽ ടു എത്ര വരും, 7 വരും. അപ്പൊ 2 കൊടുത്താൽ വൈക്ക് എന്ത് വരും, 7 വരും. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരച്ചു നോക്കാം. ഗ്രാഫ് വരക്കുമ്പോൾ ഫസ്റ്റ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇവിടെ 0, ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് 1 2 3 4 5 6 7 അങ്ങനെ പോകുന്ന നമ്പേഴ്സ്. ഇവിടെ മൈനസ് നമ്പേഴ്സ് -1 -2 -3 -4 -5 -6 -7. ഇനി നമുക്ക് വൈ ആക്സിസ് വരക്കാം. ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് 1 2 3 4 5 6 7. താഴെ നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 -3 -4 -5 -6 -7. ഓക്കെ. ഇനി നമുക്ക് പോയിന്റ്സ് അടയാളപ്പെടുത്താം. പോയിന്റ്സ് അടയാളപ്പെടുത്തുമ്പോൾ എക്സിൽ -2 വരുമ്പോൾ വൈയിൽ -1, എക്സിൽ -2 വരുമ്പോൾ വൈയിൽ -1. അപ്പൊ നമ്മൾ താഴെ നേരെ നോക്കാം പോയിന്റ്സ്. എക്സ് -2, വൈ -1, ഇവിടെയാണ് പോയിന്റ് വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് എക്സിൽ 2 വരുമ്പോൾ വൈയിൽ 7. അപ്പൊ എക്സിൽ ഏതാ 2, അപ്പൊ വൈയിൽ 7. അപ്പൊ നേരെ നമ്മൾ എന്ത് ചെയ്യുക, നേരെ അതിന്റെ നേരെ എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്യുക, മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക, ഈ 2 പോയിന്റ്സും നമുക്ക് എന്ത് ചെയ്യുക, സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് വരക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ 2 പോയിന്റ്സും നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ, സ്കെയിൽ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന എന്താണ്, സീറോ ഓഫ് ദ പോളിനോമിയൽ ആണ് അല്ലെ. സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കണം, വൈക്ക് 0 ആയിരിക്കണം. അപ്പൊ വൈക്ക് 0 ആവണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, y 0 ആയി പോകുന്നുണ്ടെങ്കിൽ
നമുക്ക് നോക്കാം y 0 ആണെങ്കിൽ 0 ഈക്വൽ ടു 2x പ്ലസ് 3 എന്ന് വരും. ഈ പ്ലസ് 3 ഇപ്പുറത്തോട് കൊണ്ടുവരുമ്പോൾ -3 ആവും ഈക്വൽ ടു 2x. എക്സ് ഇസ് ഈക്വൽ ടു ഈ 2 ഇവിടെ വരുമ്പോൾ ഇൻറ്റു 2 ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് -3/2 ആയിരിക്കും. അപ്പൊ വൈയിൽ 0 വരുന്ന പോയിന്റ് എവിടെയാണ്? ഇതാണ് വൈയിൽ 0 വരുന്ന പോയിന്റ്. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? അത് നെഗറ്റീവ് നമ്പർ ആണ്. നമുക്ക് എക്സ് എത്ര കിട്ടേണ്ടത്? നെഗറ്റീവ് നമ്പർ ആണ്. ശരിയാണ്, ഇവിടെ നെഗറ്റീവ് നമ്പറിന്റെ ഭാഗത്താണ് നമുക്ക് എന്ത് കിട്ടിയേക്കുന്നത്? എക്സ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ഇത് ഇവിടെ എന്താണ്? അപ്പൊ ഇവിടെയാണ് -3/2 0 വരുന്നത്. -3/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? -1നും -2നും ഇടയിലുള്ള നമ്പർ ആണ്. അതായത് 3 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 1 പോയിന്റ് സംതിങ് ആണ് കിട്ടുന്നത് അല്ലെ? 1.5 ആണ് കിട്ടുന്നത്. അതായത് 1നും 2നും ഇടയിലുള്ള നമ്പർ ആണ് 1.5 എന്ന് പറയുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ ലൈനിൽ നെഗറ്റീവ് സൈഡിലായിരിക്കും എന്ത്? -3/2 എന്ന് പറയുന്നത്. അപ്പോഴെന്താ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? -3/2 0 കിട്ടി. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സ് ആക്സിസ് കട്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ? അതായത് -3/2 0 വരുമ്പോൾ എന്താണ്? എക്സ് ആക്സിസ് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതായത് എക്സ് കോർഡിനേറ്റിൽ എന്താണ്? -3/2 ആണ് വരുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ഗ്രാഫ് എക്സ് ആക്സിസിനെ എവിടെ കട്ട് ചെയ്യുന്നുവോ ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് പോളിനോമിയലിന്റെ 0. നമുക്കിപ്പോ ഇവിടെ എക്സ് ആക്സിൽ കട്ട് ചെയ്ത് എവിടെയാണ്? -3/2 ആണ്. അപ്പൊ ഈ പോളിനോമിയലിന്റെ 0 എന്താണ്? -3/2 ആണ്. 0 ഓഫ് ദ പോളിനോമിയൽ എന്താണ്? -3/2 ആണ്. അപ്പൊ നമ്മള് ജനറൽ ഫോം എന്താണെന്ന് അറിയാം നമുക്ക്. ലീനിയർ പോളിനോമിയലിന്റെ എന്താണ്? ax + b ആണ്. ഗ്രാഫ് എക്സ് ആക്സിനെ എവിടെയാണ് കട്ട് ചെയ്തേക്കുന്നത്? -b/a 0 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. ഇവിടെ 0 y ആണ്. -b/a എന്ന് പറഞ്ഞാൽ എന്താണ്? -3/2 ആണ് എന്ന പോയിന്റിലാണ് എന്താണ്? കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലീനിയർ പോളിനോമിയലിന് ഒരു 0 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? അതായത് ഇവിടത്തെ 0 എന്താണ്? -3/2 ആണ്. അപ്പൊ ഇതാണ് ലീനിയർ പോളിനോമിയലിന്റെ ഗ്രാഫ്. അതെന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫ് നോക്കാം. ഇപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് നമ്മുടെ ബുക്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. y is equal to x square minus 3x minus 4. അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്രാഫ് നോക്കാം. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സിനും വൈക്കും വാല്യൂ കൊടുത്ത് നോക്കാം. എക്സ് വൈ. അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ -2 കൊടുത്ത് നോക്കാം. എക്സിന് -2 കൊടുക്കുമ്പോൾ എന്ത് വരും? y is equal to -2 സ്ക്വയർ. എക്സിന്റെ സ്ഥാനത്തൊക്കെ -2 കൊടുക്കുക. എക്സിന് -2 ആണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. -2 സ്ക്വയർ -3 ഇൻറ്റു -2 -4. ഓക്കെ, -2 സ്ക്വയർ 4. അതായത് -2 ഇൻറ്റു -2 ആണ്. 2 2s are 4. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് തന്നെ വരും. അപ്പൊ -2 2ന്റെ ഇവിടെ പവർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇനി 2 3s are 6. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പിന്നെ -4. 4 -4 കട്ട് ചെയ്ത് ബാക്കി എത്ര കിട്ടും? 6 കിട്ടും. അപ്പൊ -2 കൊടുത്താൽ y എത്ര കിട്ടും? 6 കിട്ടും. ഇനി അടുത്തത് നമുക്ക് -1 കൊടുത്തു നോക്കാം. -1 കൊടുക്കുമ്പോൾ എക്സിനൊക്കെ -1 കൊടുക്കാം. അപ്പൊ എക്സിന് -1 കൊടുക്കുമ്പോൾ -1 സ്ക്വയർ -3 ഇൻറ്റു -1 -4. ഓക്കെ, -1 സ്ക്വയർ 1 തന്നെ. ഇനി 3 1s are 3. മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ്. -4. 1 + 3 4 -4 ഈക്വൽ ടു 0. അപ്പൊ -1 കൊടുക്കുമ്പോൾ y എത്ര കിട്ടും? 0 കിട്ടും. ഇനി -2 കൊടുത്തു, -1 കൊടുത്തു, അടുത്ത വലിയ നമ്പർ ഏതാ? 0 ആണ്. 0 കൊടുത്തു നോക്കാം.
0 കൊടുക്കുമ്പോൾ ഈ ടേംസ് എക്സിന്റെ ടേം ഒക്കെ 0 ആയി പോകും. ഇവിടെ 0ന്റെ സ്ക്വയർ 0, 3 × 0 എന്ന് പറഞ്ഞാൽ 0, -4, ബാക്കി എന്തുണ്ട്? -4 ഉണ്ട്. അപ്പൊ 0 കൊടുക്കുമ്പോൾ ബാക്കി എന്തുണ്ട്? -4 ഉണ്ട്. എക്സ് ഉള്ള ഇവിടെ ഇതും 0 ആയി പോകും, ബാക്കി -4 മാത്രം. ഇനി അടുത്തത് 0 കഴിഞ്ഞു. നമുക്കിനി എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 1 സ്ക്വയർ -3 × 1 -4. 1ന്റെ സ്ക്വയർ 1, -3 × 1 3 തന്നെ, -4. ഇവിടെ 1, ഇനി -3 -4 എന്ന് പറഞ്ഞാൽ ഒരേ സൈൻ ആണ്. ഒരേ സൈൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്തിട്ട് അതേ സൈൻ ഇടുക. അപ്പൊ 3ന്റെയും 4ന്റെയും സൈൻ എന്താണ്? ഒരേ സൈൻ ആണ്. അപ്പൊ 3ഉം 4ഉം കൂടി പ്ലസ് ചെയ്യുമ്പോൾ 7 കിട്ടും, മൈനസ് ഇട്ട് കൊടുക്കാം. ഇനി 1ന്റെയും 7ന്റെയും വേറെ വേറെ സൈൻ ആണ്. 1ന്റെ പ്ലസ് 7ന്റെ മൈനസ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യുക. വലുതിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ 7 - 1 6, വലുതിന്റെ സൈൻ -6. അതായത് 1 കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -6 കിട്ടും. ഇപ്പൊ ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം എന്താണ് ഇത് കൊടുക്കും തോറും ചെറിയ ചെറിയ നമ്പർ ആയിട്ട് തന്നെയാണ് അല്ലെ. ഇനി അടുത്തത് നമുക്ക് 2 കൊടുത്തു നോക്കാം. 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ -3 × 2 -4. 2ന്റെ സ്ക്വയർ 4, -3 2 6, -4. 4ഉം -4ഉം കട്ട് ചെയ്ത് പോയി, ബാക്കി -6. അപ്പൊ ഇവിടെയും -6. ഇനി ഈക്വൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് നോക്കിയോ, അടുത്തത് -4 ആയിരിക്കും കിട്ടുന്നത്. നോക്കാം. 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ 3ന്റെ സ്ക്വയർ -3 × 3 -4. 3 3s 9, -3 3s 9, -4. അപ്പൊ 9 - 9 0, -4 കിട്ടും. അടുത്തത് നമ്മൾ 4 കൊടുക്കണമെങ്കിൽ എന്താണ്? ഇത് -4 ആയി, അടുത്തത് 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 കിട്ടും. അടുത്തത് 5 കൊടുക്കണമെങ്കിൽ എന്ത് കിട്ടും? 6 കിട്ടും. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എപ്പോഴും കിട്ടുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫ് വരക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഗ്രാഫ് വരക്കുമ്പോൾ 0 x x y y. വൺ 2 3, ലാസ്റ്റ് നമ്പർ 6 ആണ്. അപ്പൊ നമുക്ക് 6 വരെ എഴുതാം. 4 5 6. ഇവിടെ -1 -2 -3 -4 -5 -6. 1 2 3 4 5 6. -1 -2 -3 -4 -5 -6. ഓക്കെ. ഇനി നമുക്ക് പോയിന്റ്സ് അറിയപ്പെടുത്താം. എക്സിന് -2 ആണെങ്കിൽ, എക്സ് എവിടെ? -2 ആണെങ്കിൽ വൈയിൽ എന്തായിരിക്കും? 6 ആയിരിക്കും. ഇപ്പൊ നേരെ നോക്കുക, വൈയിൽ 6 ആയിരിക്കും, ഇവിടെ ആയിരിക്കും. ഇനി എക്സിന് -1 ആണെങ്കിൽ വൈ എന്തായിരിക്കും? 0 ആയിരിക്കും, അതായത് ഇവിടെ ആയിരിക്കും. ഇനി എക്സിന് 0 ആണെങ്കിൽ വൈ എന്തായിരിക്കും? -4 ആയിരിക്കും. അതായത് എക്സിന് 0 എന്ന് പറയുമ്പോൾ, വൈക്ക് 0 എന്ന് പറയുമ്പോൾ 0 എക്സ് കോർഡിനേറ്റിലായിരിക്കും. എക്സിന് 0 എന്ന് പറയുമ്പോൾ അത് എവിടെയായിരിക്കും? വൈ കോർഡിനേറ്റിലായിരിക്കും. അപ്പൊ എക്സിന് 0 എന്ന് പറയുമ്പോൾ വൈ -4 ഇവിടെ ഇരിക്കും. ഇനി അടുത്തത് എന്താ? എക്സ് 1 ആണെങ്കിൽ വൈ -6. അപ്പൊ എക്സ് 1 ആണെങ്കിൽ വൈ -6 ഇവിടെ വരും. ഇനി എക്സ് 2 ആണെങ്കിലും വൈ -6. എക്സ് 2 ആണെങ്കിലും വൈ -6 തന്നെ. എക്സ് 3 ആണെങ്കിൽ വൈ -4, അതായത് ഇവിടെ വരും. ഓക്കെ. ഇനി എക്സ് 4 ആണെങ്കിൽ വൈ 0. വൈ 0 ആകുമ്പോൾ എക്സ് കോർഡിനേറ്റിലാണ് വരുന്നത്. എക്സ് 5 ആകുമ്പോൾ വൈ 6. ഓക്കെ. പോയിന്റ് ശ്രദ്ധിച്ച് അടയാളപ്പെടുത്തുക. ഇനി നമുക്കിത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നേരത്തെ നമുക്ക് ലീനിയർ പോളിനോമിയലിന് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ
ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു പരാബോള ആയിരിക്കും. അപ്പൊ പരാബോള രണ്ട് ഷേപ്പ് ഉണ്ട്. ഒരെണ്ണം യു ഷേപ്പ് ആയിരിക്കും, മറ്റേത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള യു ഷേപ്പ് ആയിരിക്കും. അത് നമുക്ക് കൊടുക്കുന്ന വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് എക്സ് സ്ക്വയറിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഇൻവേർട്ടഡ് ആയിട്ടുള്ള പരാബോള വേണമെങ്കിലും കിട്ടാം. അപ്പൊ നേരത്തെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചപ്പോൾ, ലീനിയർ പോളിനോമിയൽ വരച്ചപ്പോൾ ഗ്രാഫ് എക്സിനെ ഒരു സ്ഥലത്ത് മാത്രമേ കട്ട് ചെയ്തുള്ളൂ. പക്ഷെ ഇവിടെ എക്സ് ആക്സിസിൽ എത്ര ടൈംസ് കട്ട് ചെയ്തിട്ടുണ്ട്? 2 ടൈംസ് കട്ട് ചെയ്തിട്ടുണ്ട്. 2 സ്ഥലത്ത് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് ഒന്ന് -1 പിന്നെ ഒന്ന് 4. അപ്പൊ ഗ്രാഫ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്? അതിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സീറോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് എന്തൊക്കെയാണ്? -1 0 ആണ്. ഈ പോയിന്റ്സ് എന്തൊക്കെയാണ്? 4 0 ആണ്. അപ്പൊ ഇതിന്റെ സീറോസ് എന്തൊക്കെയാണ്? -1ഉം 4ഉമാണ് ഇതിന്റെ സീറോസ്. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എത്ര സീറോസ് ഉണ്ടാവും? 2 സീറോസ് ഉണ്ടാവും. ലീനിയർ ഇക്വേഷനിൽ എത്ര സീറോസ് ഉണ്ടായിരുന്നു? ഒരു സീറോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 സീറോസ് ഉണ്ടായി. ഒന്ന് -1ഉം പിന്നെ ഒന്ന് 4ഉം. അപ്പൊ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ജനറലി 3 സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് 2 സീറോസ് കിട്ടി. ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിന് 3 സിറ്റുവേഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ചിലതിൽ 2 സീറോസ് ഉണ്ടാവും, ചിലതിൽ ഒരു സീറോ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതിൽ എന്താണ്? സീറോയെ ഉണ്ടാവൂല. അപ്പൊ ആ 3 സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് കേസ് 1. നമ്മളിപ്പോ പഠിച്ചതുപോലെ എങ്ങനെയാണ്? 2 എക്സ് ആക്സിസ് 2 പോയിന്റിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം എന്തുണ്ടെന്ന്? 2 ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എന്തുണ്ട്? 2 സീറോസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇൻവേർട്ടഡ് ആയാലും യു ഷേപ്പ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ? 2 സ്ഥലത്ത് എക്സ് ആക്സിസ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ 2 സീറോസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരാം. അതായത് ഒരു സ്ഥലത്ത് മാത്രം കട്ട് ചെയ്ത് വരാം പരാബോള. അപ്പോഴെന്താണ്? ഒരു സീറോ മാത്രം, എക്സ് ആക്സിസിന് ഒരു സ്ഥലത്ത് മാത്രം കട്ട് ചെയ്യണമെങ്കിൽ അതെന്താണ്? അവിടെ ഒരു സീറോസ് മാത്രമുള്ള സിറ്റുവേഷൻ ആണ്. ഇത് ഫസ്റ്റ് കേസ്, ഇത് സെക്കൻഡ് കേസ്. ഇവിടെ 2 സീറോസ് ഉണ്ട്, ഇവിടെ 1 സീറോയേ ഉള്ളൂ. ഓക്കെ. ഇനി മൂന്നാമത്തെ കേസ് ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനത്തെ കേസിൽ പരാബോള എന്താണ്? ഒരു സ്ഥലത്തും കട്ട് ചെയ്യുന്നില്ല, എക്സ് ആക്സിസിൽ ഒരു സ്ഥലത്തും കട്ട് ചെയ്യുന്നില്ല. അതായത് ഈ പോളിനോമിയലിന് എന്തില്ല? സീറോ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് 2 സീറോസ് ഉണ്ടാകാം, ഒരു സീറോ ഉണ്ടാകാം, സീറോ ഉണ്ടാവാതെയും ഇരിക്കാം. മാക്സിമം 2 സീറോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മള് ഇവിടെ ലീനിയർ പോളിനോമിയലിൽ എന്താണ് പഠിച്ചത്? ഗ്രാഫ് സ്ട്രെയിറ്റ് ആയിരിക്കും. സീറോ എന്തായിരിക്കും? എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് എക്സ് കോർഡിനേറ്റിലാണ് സീറോ വരുന്നത്. ക്വാഡ്രാറ്റിക്കിന്റെ ആണെങ്കിലോ ഗ്രാഫ് പരാബോള ആയിരിക്കും. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് മാക്സിമം 2 സീറോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ.